നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കിഡ്നി രോഗികൾക്ക് ആശ്വാസമായി വാഴക്കുളത്ത് സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ ഈ വർഷം കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്ലാസ് തുടങ്ങാൻ നടപടികൾ പൂർത്തിയായി. തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ താൽക്കാലികമായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഭൂമി പതിവ് ചട്ടഭേദഗതി നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ബിൽഡേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന CBSE സെൻട്രൽ കേരള സഹോദയ കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. കലോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള വിളംബര റാലി തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം നടത്തി. സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കിഡ്നി രോഗികൾക്ക് ആശ്വാസമായി വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ദുരിതത്തിലായ കിഡ്നി രോഗികൾക്ക് സാന്ത്വനമേകി വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കല്ലൂർക്കാട് ജംഗ്ഷൻ സമീപം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ സ്ഥാപനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി കല്ലൂർക്കാട് ജംഗ്ഷനിൽ നിന്ന് സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിലേക്ക് വിവിധ പരിപാടികളോടെ ഘോഷയാത്ര നടന്നു. വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സെന്റ് ജോർജ് ഹോസ്പിറ്റലും സംയുക്തമായാണ് ഈ ജീവകാരുണ്യ ദൗത്യം യാഥാർത്ഥ്യമാക്കിയത്. വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള നിർധനരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസിന് ചികിത്സ ഇവിടെ ലഭിക്കും. ഉദ്ഘാടന യോഗത്തിൽ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ ആശംസകൾ നേർന്നു. കേന്ദ്ര സർക്കാർ ഈ വർഷം കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്ലാസ് തുടങ്ങാൻ നടപടികൾ പൂർത്തിയായി. തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിലാണ് താൽക്കാലികമായി ക്ലാസുകൾ പ്രവർത്തിക്കുക. ഇവിടെ ആരംഭിച്ച ഓഫീസിന്റെയും അഡ്മിഷൻ ഫോം വിതരണത്തിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ രാജ്യത്ത് അനുവദിച്ച 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിദ്യാലയത്തിൽ അടുത്ത മാസം മുതൽ ക്ലാസുകൾ ആരംഭിക്കും. തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ ആരംഭിച്ച ഓഫീസിന്റെയും അഡ്മിഷൻ ഫോം വിതരണത്തിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. നമ്മൾ ഇതിന്റെ യഥാർത്ഥ ബിൽഡിംഗ്, ശരിക്കുമുള്ള ഒറിജിനൽ ബിൽഡിംഗ് യാഥാർത്ഥ്യമാക്കേണ്ട പ്രദേശം ഐഡന്റിഫൈ ചെയ്യുക, അത് നൽകാനുള്ള സമ്മതപത്രം കൊടുക്കുക, വിദ്യാലയം അനുവദിക്കുന്ന മുറയ്ക്ക് ടെമ്പററി ബിൽഡിംഗ് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുക്കുക. ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് വിവിധ തലങ്ങളിൽ ഇൻസ്പെക്ട് ചെയ്ത് എല്ലാം സൂട്ടബിൾ ആണ് എന്ന് പരിപൂർണമായി ബോധ്യപ്പെടുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് ഇന്നിവിടെ അതിൻ്റെ ഒരു തലത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ പ്രവർത്തനമായിരുന്നു. അതിലെല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്നു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, അന്ന് ഇതിനു വേണ്ടി നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ അന്ന് ജില്ലാ കളക്ടർ ശ്രീ H ദിനേശനായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് മണാലയിൽ 14 ഏക്കർ റവന്യൂ ഭൂമിയുണ്ടെന്നും ഒക്കെ കണ്ടുപിടിച്ച് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വകയിരുത്തി തന്നത് അന്ന് ശ്രീ H ദിനേശനായിരുന്നു. അതിനുശേഷം ശ്രീമതി ഷീബ ജോർജ് IAS അവർ കളക്ടറായിട്ട് വന്നു. നമ്മൾ ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടുപോയി. അതിനുശേഷം ശ്രീമതി V വിഘ്നേശ്വരി IAS അവരായിരുന്നു ലാസ്റ്റ് ജില്ലാ കളക്ടറായി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 ജില്ലാ കളക്ടർമാരിലൂടെ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ ശ്രീ ദിനേശൻ ചെറുവാത്ത് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനം,
വിദ്യാലയത്തിനായി മുട്ടം റാലിയിൽ 7 ഏക്കർ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ച ഓഫീസ് കേന്ദ്രീകരിച്ച് അഡ്മിഷനുള്ള നടപടികൾ ആരംഭിച്ചു. ഈ മാസം 4-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയം. ഇത് സംബന്ധിച്ച് കേന്ദ്രീയ വിദ്യാലയ സംഘടന വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 1 മുതൽ 5 വരെ ക്ലാസുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം. അടുത്ത മാസം ആദ്യം മുതൽ ക്ലാസ് ആരംഭിക്കാമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് കേന്ദ്രീയ വിദ്യാലയം സംഘടന എറണാകുളം റീജിയണൽ ഡെപ്യൂട്ടി കമ്മീഷണർ എൻ സന്തോഷ് കുമാർ പറഞ്ഞു. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അത് എല്ലാ ക്ലാസ്സിലും 40 കുട്ടികളെ വീതമാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതിൽ 1-ാം ക്ലാസ്സിൽ നമുക്ക് RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം 10 കുട്ടികൾക്ക്, അതായത് സ്കൂളിൻ്റെ 8 കിലോമീറ്റർ പരിധിയിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC, അതുപോലെ EWS, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അങ്ങനെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 10 സീറ്റ് ലോട്ടറി ഇട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അവർക്ക് 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഫ്രീ ആണ്. അവർക്ക് ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ ഏകദേശം ഒക്ടോബർ അവസാനത്തോടെ തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നവംബർ ആദ്യത്തോടെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ഈ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, നഗരസഭാ കൌൺസിലർ മുഹമ്മദ് അഫ്സൽ, കേന്ദ്രീയ വിദ്യാലയ ഇടുക്കി പ്രിൻസിപ്പൽ അജിമോൻ A. ചെല്ലംകോട്ട്, തൊടുപുഴ കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ ഇൻചാർജ് അലക്സ് ജോസ്, സുരേഷ് കുമാർ SK എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾ, പൊതുപ്രവർത്തകർ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂമി പതിവ് ചട്ടഭേദഗതി നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമക്കുരുക്കുണ്ടാക്കി സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരിക്കണമെന്നും വേണ്ടിവന്നാൽ കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു. ചട്ടഭേദഗതികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. പുതിയ നിർമ്മാണ അനുമതി നിഷേധിക്കുകയും കെട്ടിടം നിർമ്മിച്ചവരെ കുറ്റക്കാരാക്കി ചാപ്പ ചുമത്തുകയുമാണ് സർക്കാർ. കുറ്റവിമുക്തി ലഭിക്കണമെങ്കിൽ ഭീമമായ ഫീസ് പിഴയായി നൽകിയാൽ ക്രമവൽക്കരിക്കാമെന്ന നടപടി പുനർപരിശോധിക്കണം. നിയമക്കുരുക്കുണ്ടാക്കി സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരിക്കണമെന്നും വേണ്ടിവന്നാൽ കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു. ഈ ക്രമവൽക്കരണത്തിന്റെ ആവശ്യങ്ങളിലേക്ക് തന്നെ പോകുന്നില്ല. ഇത് കൃഷിക്കും വീടിനും എന്ന് നൽകിയിരുന്ന വ്യവസ്ഥ ഇതര ആവശ്യങ്ങൾക്ക് കൂടി എന്ന് എഴുതി ചേർത്താൽ ഈ വിഷയങ്ങളെല്ലാം തീരും. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്നത് ശരിക്കും ഒരു നിയമക്കുരുക്കിലേക്കാണ് വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഈ ക്രമവൽക്കരിച്ചെടുക്കണമെങ്കിൽ വലിയ വിവിധ സ്ലാബുകളിൽ ക്രമവൽക്കരിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് കട്ടപ്പന ടൗണിലൊക്കെ ഭൂവില ഭയങ്കര കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു 20,000-30,000 ഒക്കെ ഉള്ള വരുന്ന കെട്ടിടങ്ങൾക്ക് ഇത് ക്രമവൽക്കരിക്കണമെങ്കിൽ കോടികൾ പൈസ കൊടുക്കേണ്ടി വരും. ആ ഒരു ഇത് മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പണിത കെട്ടിടങ്ങൾക്ക് മാത്രമേ ക്രമവൽക്കരണമുള്ളൂ. ഇനി പണിയാൻ പോകുന്ന കെട്ടിടങ്ങൾക്ക് ഗവൺമെന്റ് പറയുന്ന അടുത്ത കാലഘട്ടത്തിൽ അതിനെപ്പറ്റി പുനർചിന്തിക്കാമെന്നാണ് പറയുന്നത്. അതും ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഇങ്ങനെ ഒരു ക്രമവൽക്കരണം കൊണ്ടുവരാം. അതങ്ങനെ അതിൽ നിന്ന് ഈ വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ക്രമവൽക്കരണം കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ഇപ്പൊ കൊണ്ടിരിക്കുന്ന 2020 കൊണ്ടുവന്ന ക്രമവൽക്കരണം കൊണ്ട് സ്ലാബ് അടിസ്ഥാനത്തിൽ പൈസ അടച്ച് മാത്രമേ ക്രമവൽക്കരിക്കാവുള്ളൂ എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടെ പണിതിരിക്കുന്ന വീടുകൾക്ക് വരെ ക്രമവൽക്കരിക്കപ്പെടുന്ന ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെ പണ്ട് കൃഷിക്ക് വീട് വയ്ക്കാൻ കൊടുത്തിരുന്ന സംഭവം ഇപ്പോഴത്തെ രീതിയിൽ വന്നപ്പോൾ ഗവൺമെന്റ് ക്രമവൽക്കരിക്കുന്നതുകൊണ്ട് വീട് കൂടി ക്രമവൽക്കരിക്കേണ്ടതായി വന്നു. അതിന് ഫീസില്ല എങ്കിൽ തന്നെ 6 നിയമങ്ങളുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്, ജനറൽ സെക്രട്ടറി ജോസ് കളരിക്കൽ, വർക്കിംഗ് പ്രസിഡന്റ് MM ബാബു, ജോയിന്റ് സെക്രട്ടറി പുന്നൂസ് മംഗലത്ത്, VS തോമസ് കല്ലേൽ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എബ്രഹാം ജീവൻ, അഡ്വക്കേറ്റ് ഡെമ്മീസ് പുളിമൂട്ടിൽ, അജീവ് പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന CBSE സെൻട്രൽ കേരള സഹോദയ കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. കലോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള വിളംബര റാലി തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി വിമല പബ്ലിക് സ്കൂളിൽ നിന്നും ആരംഭിച്ച് മങ്ങാട്ടുകോല വഴി ഗാന്ധി സ്ക്വയർ ചുറ്റി മൂപ്പിൽക്കടവ് പാലം കടന്ന് കാഞ്ഞിരമറ്റം കവലയിലൂടെ തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു.
തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ വെച്ച് ഒക്ടോബർ 11, 15, 16, 17, 18 തീയതികളിൽ ആയി നടക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവത്തിന് തുടക്കം കുറിച്ച് വർണ്ണാഭമായ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ 100-ൽ പരം വിദ്യാലയങ്ങളിൽ നിന്നുമായി 5000-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന കലാമാമാങ്കമാണ് സർഗധ്വനി എന്ന പേരിൽ നടക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവം. ഒക്ടോബർ 11-ന് രചനാ മത്സരങ്ങളും 15-ന് ഔദ്യോഗികമായ ഉദ്ഘാടനവും തുടർന്ന് 16, 17, 18 തീയതികളിൽ മറ്റ് കലാപരിപാടികളുമാണ് നടത്തപ്പെടുക. കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള വിളംബര റാലി തൊടുപുഴ ഡിവൈഎസ്പി PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളുടെ സർഗവൈഭവം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ കലാപരമായ നൈപുണ്യങ്ങളെ മാറ്റിവെക്കുന്നതിനും അതിന് അനുയോജ്യമായ വേദി ഒരുക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് ഈ സർഗോത്സവം. നമുക്കറിയാം, വെറും പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു സമൂഹം ഒന്നാവുന്നില്ല, വ്യക്തികൾ വികസിക്കുന്നില്ല. കലാപരമായ അവന്റെ കഴിവുകൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നതിലൂടെയാണ് വ്യക്തികളും സമൂഹവും വളരുന്നത്. നമുക്കറിയാം, സമൂഹത്തിലെ വ്യക്തികളുടെയോ സമൂഹത്തിന്റെയോ തെറ്റായ പ്രവണതകളെ കലയിലൂടെ വിമർശിക്കുന്നതിനും സമൂഹത്തെ നേർവഴിക്ക് നടത്തുന്നതിനും കലാകാരന്മാർക്ക് മഹത്തായ പങ്കാണ് വഹിക്കാനുള്ളത്. വിമല പബ്ലിക് സ്കൂളിൽ നിന്നും ആരംഭിച്ച് മങ്ങാട്ടുകവല വഴി ഗാന്ധി സ്ക്വയർ ചുറ്റി മൂപ്പിൽപ്പാലം കടന്ന് കാഞ്ഞിരമറ്റം കവലയിലൂടെ തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു. സ്കൂൾ ബാൻഡിന്റെ അകമ്പടിയോടുകൂടിയ വിളംബര ജാഥയിൽ കലോത്സവത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന തരത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്ന വിവിധ പ്ലോട്ടുകളും സ്വാതന്ത്ര്യസമര പോരാളികളുടെ നിശ്ചല ദൃശ്യങ്ങളും ലഹരിക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ പ്ലോട്ടുകളും ശ്രദ്ധേയമായി. കൂടാതെ കരാട്ടെ, സ്കേറ്റിംഗ് തുടങ്ങിയവയുടെ പ്രകടനവും ഇരുചക്ര വാഹനങ്ങളുടെയും സൈക്കിളുകളുടെയും സ്ലോ റൈഡിംഗും വിളംബര ജാഥയ്ക്ക് അകമ്പടി സേവിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള വനവന്യജീവി വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം നടത്തി. സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജയികളായ കുട്ടികൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. നമ്മുടെ ഭൂമിയും നമ്മുടെ മണ്ണും നമ്മുടെ ജലവും ഈ ലോകത്തുള്ള വൃക്ഷലതാദികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും സംരക്ഷിക്കുന്നതിനും നമ്മൾക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നതുപോലെ തന്നെ അവർക്കെല്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശവും സർവേശ്വരൻ നൽകിയിട്ടുള്ളതാണ് എന്ന ബോധ്യം നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകുക എന്ന വലിയ ഒരു കാര്യമാണ് ഞാൻ ഈ പരിപാടിയുടെ ഒരു സന്ദേശമായി കാണുന്നത്. കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. വന്യജീവി എന്ന് പറയുമ്പോഴും വനം എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ഏറെക്കുറെ സംരക്ഷിക്കപ്പെടുന്ന കുറെ പ്രദേശങ്ങൾ ഒഴിച്ചാൽ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ വനമൊക്കെ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരു കാലത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളും വനമായിരുന്നു. ആ വനമെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ ജനങ്ങൾ കയറി താമസമാക്കി കൃഷി ചെയ്ത് അങ്ങനെ അത് ആ ഭാഗത്തുള്ള വന്യജീവികളെ ഉൾപ്പെടെ എല്ലാം അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ പൂർവികർ തന്നെ നമ്മളായി ഒക്കെ ചെയ്തു വരും. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഉപന്യാസം, ക്വിസ്, പ്രസംഗം തുടങ്ങിയ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു. മുതലക്കോടം, ഇഷാനി സുരേഷ്, സാൻ ജോസഫ്, അനുമോൾ, ഗവൺമെന്റ് പ്രൈവറ്റ്, ഓസാനം EMHSS കട്ടപ്പന, സ്ഥാനം സന്ദ്രമോൾ,
HSS കുമാരമംഗലം, MKN HSS കുമാരമംഗലം. അത് ഗ്രൂപ്പായിട്ടുമാണ് ജീവൻ ബിജു ടെക്നിക്കൽ HSS. ജെയ്സൺ ജോൺ കാർമൽ CMI പ്രൊഫസർ SNM VHSS വണ്ണപ്പുറം. മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി കെ സുദീപ് അധ്യക്ഷത വഹിച്ച് യോഗത്തിൽ ഇടുക്കി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ACF PK വിപിൻദാസ്, കോതമംഗലം ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ S മണി, വനം വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, കോലാനി ഗ്രാമഹരിത സമിതി പ്രസിഡന്റ് N രവീന്ദ്രൻ, മൂന്നാർ സോഷ്യൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ EB ഷാജുമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കോതമംഗലത്ത് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ ലോക അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ പതിപ്പ് പ്രകാശനം ചെയ്തു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ K വർഗീസ് പ്രകാശനം നിർവഹിച്ചു. ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ VM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അബ്ദുൾ ജലാൽ മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ ലോക അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ പതിപ്പ് പ്രകാശനം ചെയ്തു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും അധ്യാപകരും തമ്മിൽ ഒരു ഇഴയടുപ്പമുള്ള, വളരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന സ്വാതന്ത്ര്യവും എല്ലാം, നമ്മളുടെ വീട്ടിൽ മാതാപിതാക്കൾ പറയുന്ന സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ കുട്ടികൾക്കും ഈ സ്കൂളിൽ ഉണ്ടാവണം. ആ ഒരു ചുറ്റുപാട് സ്കൂളിൽ വളർത്തിയെടുക്കണം. ഈ കുട്ടികളെല്ലാം, എനിക്കറിയാം, ഈ സ്ഥാപനത്തിലെ ഈ കുട്ടികളെല്ലാം ഭാവിയിലെ നല്ല രീതിയിൽ ഈ ലോകത്ത് തന്നെ വിവിധ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നത ഓരോ പദവികൾ വഹിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ ജീവിതത്തിനും എല്ലാം നിങ്ങൾ ഉയർന്ന ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൻ്റെ, ഈ ലോക അധ്യാപക ദിനാചരണ സമ്മേളനത്തിൻ്റെ പ്രകാശനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ എന്നെ ക്ഷണിച്ച ആദരണീയ വ്യക്തിത്വങ്ങളുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടിവാട് മാലിക് ദീനാർ പബ്ലിക് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 4ാം വർഷവും എറണാകുളം ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. And the certificate also. ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ VM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അബ്ദുൾ ജലാൽ മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി CH സിദ്ദീഖ്, സ്കൂൾ മാനേജർ മൊയ്തു മുഹമ്മദ്, ട്രസ്റ്റ് ട്രഷറർ PM കാസിം, ടെക്നിക്കൽ അഡ്വൈസർ KA അബ്ദുൾ റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി EP ഇബ്രാഹിം, വൈസ് പ്രിൻസിപ്പൽമാരായ റസീന VR, ധന്യ സതീഷ്, HODമാരായ വത്സ KV, ലൈബ്രറി പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റോഡിന് വശങ്ങളിലെ സുരക്ഷാ മതിലുകൾ കാടുമൂടിയതിനാൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നതായി പരാതി. തൊടുപുഴ വണ്ണപ്പുറം റോഡിൽ അഞ്ചുകുളത്തിന് സമീപമാണ് ഇത്. വലിയ വാഹനങ്ങൾക്ക് സൈഡ് നൽകുമ്പോൾ കാട് മൂടി നിൽക്കുന്നതിനാൽ കോൺക്രീറ്റ് മതിൽ കാണാൻ സാധിക്കാതെ വാഹനങ്ങൾ തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതായാണ് പരാതി. വണ്ണപ്പുറം പഞ്ചായത്തിലെ UDF അഴിമതിക്കെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും LDFന്റെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
വണ്ണപ്പുറം പഞ്ചായത്തിലെ UDF അഴിമതിക്കെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും LDFന്റെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ജനപിന്തുണയ്ക്കെതിരെയുള്ള UDFന്റെ നുണപ്രചരണം വിലപ്പോവില്ല എന്നും വോട്ടർ പട്ടിക ക്രമക്കേടിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവും CV വർഗീസ് ഉന്നയിച്ചു. ബാങ്ക് ജപ്തിയേറ്റിരിക്കുന്ന വീട്ടിൽ വോട്ട് ചേർത്ത് കള്ളയോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി നാട്ടിലാണോ ജീവിക്കുന്നത്, നാട്ടുകാരനാണെന്നാണ് അറിയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ, കെടുകാശ് നടന്ന ഉദ്യോഗസ്ഥന്മാരെ അധികാരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടല്ല അവർക്കെതിരായിട്ടൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. പഞ്ചായത്ത് സെക്രട്ടറി അതാണ് പറയാനുള്ളത്. അദ്ദേഹം ഈ ലോകത്താണോ ജീവിക്കുന്നത്, ഈ നാട്ടിലാണോ ജീവിക്കുന്നത് എന്നെനിക്കറിയില്ല. മലയാള മനോരമയും മാതൃഭൂമിയും പറയുന്ന പോലെ കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തിൽ 2016 കൂടി ഇടതുപക്ഷ ജനാധിപത്യമുള്ള യുഗം അവസാനിച്ചു എന്നതാരും കരുതണ്ട. 2021 വീണ്ടും 21 കഴിഞ്ഞ് 26 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിനെ കേരളീയ സമൂഹമാകെ ചിന്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള തുടർഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് രക്ഷിക്കാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഒരു കാര്യം ഓർക്കണം, കോൺഗ്രസ് അകത്തുള്ള ആളുകൾക്ക് രക്ഷയില്ല. കോൺഗ്രസ് വഞ്ചിതരാക്കിയതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഉന്നതമായ നേതാക്കന്മാർ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. KPCC ആസ്ഥാനത്ത് പുതിയതായി ഒരു വ്യവസായം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മൃതശരീരം അടക്കം ചെയ്യാൻ പെട്ടി സൗജന്യമായി കൊടുക്കും. CPI വണ്ണപ്പുറം ലോക്കൽ സെക്രട്ടറി രജനി ഷിബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MJ മാത്യു, PP സുമേഷ്, KG വിനോദ്, ഷിജോ സെബാസ്റ്റ്യൻ, NK സത്യൻ, KK ഭാസ്കരൻ, മാത്യു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ അഴിമതിയുടെയും വികസന മുരടിപ്പിനുമെതിരെ LDF ഭരിക്കുന്ന വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയുടെ കോടികളുടെ അഴിമതിക്കുമെതിരെ BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സമര പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന് മുന്നോടിയായി 2-വീലർ വിളംബര റാലി നടത്തി. ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമര പോരാട്ടങ്ങളുടെ വിളംബരം അറിയിച്ചുകൊണ്ട് വിളംബര റാലി വാഹനത്തിന്റെ പിന്നാലെ ഇതാ കടന്നു വരികയാണ്. കാളിയാറിൽ നിന്നും ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഉദ്ഘാടനം ചെയ്ത കോട്ടയം കുറുവിലങ്ങാട് നിന്നും കാണാതായ സ്ത്രീയുടെ മൃതദേഹം ഇടുക്കിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. കോട്ടയം കാണക്കാരി കപ്പടക്കുന്നൽ വീട്ടിൽ സാം ജോർജാണ് പ്രതി. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കാറിന്റെ ഡിക്കിയിൽ കയറ്റി ഉടുമ്പന്നൂരിൽ 30 അടി താഴ്ചയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കാണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപം കപ്പടക്കുന്നൽ വീട്ടിൽ സാം ജോർജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഭാര്യ ജെസി സാമിനെ കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയതായാണ് കണ്ടെത്തിയത്. സാം ജോർജും ഭാര്യ ജെസി 3 കുട്ടികളും കഴിഞ്ഞ 15 വർഷമായി രത്നഗിരി പള്ളിക്ക് സമീപമുള്ള വീട്ടിലാണ് സാം താമസിച്ചിരുന്നത്. ഇരുനില വീട്ടിൽ മുകളിലും താഴെയുമായി ഇരുവരും പരസ്പര ബന്ധമില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു. മക്കൾ 3 വിദേശത്ത് പോയതിനു ശേഷം കഴിഞ്ഞ 6 മാസമായി ജെസി ഒറ്റയ്ക്കാണ് കഴിഞ്ഞു വന്നിരുന്നത്. ജോലി ആവശ്യത്തിനായി സാം ജോർജും വിദേശത്തായിരുന്നു. സാം ജോർജ് കഴിഞ്ഞ 6 മാസമായി MG യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം ബിരുദാനന്തര കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. ജെസിയെ 26-ാം തീയതി മുതൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് മക്കൾ ജെസിയുടെ ബന്ധുക്കളെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും ബന്ധുക്കളും ജെസി താമസിച്ചിരുന്ന വീട്ടിലും മറ്റും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജെസിയെ കാണാതായതിന് കുറവിലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരവെ ഭർത്താവ് സാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു.
തുടർന്നാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ 26-ന് വൈകി 6 മണിയോടെ ഉണ്ടായ വഴക്കിനെ തുടർന്ന് ഇയാൾ ജെസ്സി താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് രാത്രി 1 മണിയോടെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി ഇടുക്കി ജില്ലയിൽ ഉടുമ്പന്നൂർ ഭാഗത്ത് റോഡിന്റെ താഴെ 30 അടിയോളം താഴ്ചയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ജെസ്സിയുടെ തിരോധാനത്തിൽ സംശയം തോന്നിയ കുറവിലങ്ങാട് പോലീസ് ഭർത്താവ് സാം ജോർജിനെ വൈക്കം ഡിവൈഎസ്പി വിജയൻ ടി.പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുറവിലങ്ങാട് ഇൻസ്പെക്ടർ SHO ഇ അജീബ്, SI മഹേഷ് കൃഷ്ണൻ, ASI റിയാസ് TH, CPO പ്രേംകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൈങ്കുളം SH ഹോസ്പിറ്റലിൽ മാനസികാരോഗ്യ വാരാഘോഷത്തിന് തുടക്കം കുറിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ ഷോളി ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സേതുനാഥ് മങ്ങാരപ്പള്ളിൽ മാനസികാരോഗ്യ ദിന പ്രമേയം അവതരിപ്പിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പൈങ്കുളം SH ഹോസ്പിറ്റലിൽ മാനസികാരോഗ്യ വാരാഘോഷത്തിന് തുടക്കമായി. ഒക്ടോബർ 3-ാം തീയതി മുതൽ ഒക്ടോബർ 10-ാം തീയതി വരെയാണ് മാനസികാരോഗ്യ വാരാഘോഷം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡോക്ടർ ഷോളി ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ മാനസികാരോഗ്യ ദിന പ്രമേയം ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സേതുനാഥ് മങ്ങാരപ്പള്ളി അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തി. വിവിധ ബോധവൽക്കരണ പരിപാടികളും പരിശീലനങ്ങളും മത്സരങ്ങളും എക്സിബിഷനും കലാപരിപാടികളും വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സമാപന സമ്മേളനം ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനത്തിൽ ഹോസ്പിറ്റൽ മാനേജർ സിസ്റ്റർ ലിസി തെക്കേക്കുറ്റിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്കൂൾ പരിസരവും വൃത്തിയാക്കി. സ്കൂൾ HM, SPC ഇൻചാർജുമാർ, കേഡറ്റുകൾ എന്നിവർ നേതൃത്വം നൽകി. സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ മുതലക്കോടത്തിലെ SPC കാഡറ്റ്സ് ജൂനിയർ സീനിയർ വിഭാഗം സ്കൂൾ പരിസരവും സ്കൂളിനോട് ബന്ധിച്ച വെയിറ്റിംഗ് ഷെഡും അതിന്റെ പരിസര ഭാഗങ്ങളും വൃത്തിയാക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഡ്നി രോഗികൾക്ക് ആശ്വാസമായി വാഴക്കുളത്ത് സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ ഈ വർഷം കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്ലാസ് തുടങ്ങാൻ നടപടികൾ പൂർത്തിയായി. തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ താൽക്കാലികമായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഭൂമി പതിവ് ചട്ടഭേദഗതി നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ബിൽഡേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന CBSE സെൻട്രൽ കേരള സഹോദയ കലോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. കലോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള വിളംബര റാലി തൊടുപുഴ DYSP PK സാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം നടത്തി. സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.